സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. അതിൻ്റെ അതിർത്തിയും കടന്ന് എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേരുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട്, തൊടുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം LDFിൻ്റെ കയ്യിലാണ്. UDF അക്കൗണ്ടിൽ തൊടുപുഴയും മൂവാറ്റുപുഴയും മാത്രം. അതേസമയം നിയമസഭാ മണ്ഡലങ്ങളിൽ LDFിനുള്ള മേൽക്കൈ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറില്ല. അത് ചരിത്രമാണ്. മണ്ഡലം രൂപീകൃതമായ 1977 ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ CN സ്റ്റീഫനാണ് ഇടതുപക്ഷത്തെ NM ജോസഫിനെ പരാജയപ്പെടുത്തി പാർലമെൻറ്റിലെത്തിയത്. 1980 CPM നേതാവ് MM ലോറൻസിലൂടെ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിച്ചപ്പോൾ 1984 പ്രൊഫസർ PJ കുര്യനിലൂടെ കോൺഗ്രസ് മണ്ഡലം വീണ്ടും തിരിച്ചു പിടിച്ചു. CPI നേതാവ് CA കുര്യനെ 1,30,624 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിലാണ് കുര്യൻ തോൽപ്പിച്ചത്. 1989 കോൺഗ്രസിലെ പാലാ KM മാത്യു CPM നേതാവ് MC ജോസഫിനെ പരാജയപ്പെടുത്തി. 91 പാലാ KM മാത്യു വിജയം ആവർത്തിച്ചു. PJ ജോസഫിനെയായിരുന്നു അത്തവണ തോൽപ്പിച്ചത്. 1996 കോൺഗ്രസിലെ AC ജോസ് ഇടതുപക്ഷ ബാനറിൽ കന്നി അംഗത്തിനിറങ്ങിയ K ഫ്രാൻസിസ് ജോർജിനെ 30,140 വോട്ടിന് പരാജയപ്പെടുത്തി. 1998 മത്സരിച്ച ഫ്രാൻസിസ് ജോർജിന് 6,350 വോട്ടുകളുടെ വ്യത്യാസത്തിൽ PC ചാക്കോയോട് പരാജയം സമ്മതിക്കേണ്ടി വന്നു. എങ്കിലും എതിരാളിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചത് നേട്ടമായി ഇടതുപക്ഷം വിലയിരുത്തി. 1999 UDF കോട്ട തകർത്ത് PJ കുര്യനെ പരാജയപ്പെടുത്തി ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു. 2004 കോൺഗ്രസിലെ ബെന്നി ബെഹനാനെതിരെയും ഫ്രാൻസിസ് ജോർജ് വിജയം ആവർത്തിച്ചു. 2009 ഫ്രാൻസിസ് ജോർജിനെ മലർത്തിയടിച്ച് PT തോമസിലൂടെ UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ മത്സരിച്ച ജോയിസ് ജോർജ് ഇടുക്കി മണ്ഡലം ഇടതുപാളയത്തിലെത്തിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസിനെയാണ് ജോയിസ് ജോർജ് പരാജയപ്പെടുത്തിയത്. 2019 ഡീൻ കുര്യാക്കോസ് മധുരമായി പ്രതികാരം ചെയ്തു. മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ജോയിസ് ജോർജിനെ പണി കൊടുത്തത്. ഡീനിൻ്റെ ഭൂരിപക്ഷം 1,71,053 വോട്ടായിരുന്നു. സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ മണ്ഡലമാണ് ഇടുക്കി. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായെങ്കിലും കത്തോലിക്ക സഭയുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലമായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFും LDFും ഒരുപോലെ ഇക്കാര്യം പരിഗണിക്കാറുണ്ട്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണയും ഡീൻ കുര്യാക്കോസ് തന്നെയാകും UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചു പിടിച്ചുവെന്നത് തന്നെയാകും ഡീനിൻ്റെ ഹൈലൈറ്റ്. തുടർച്ചയായി എത്തിയ 2 പ്രളയങ്ങളിൽ തകർന്ന മണ്ഡലത്തിലെ റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിലും കോവിഡ് കാലത്ത് MP ഫണ്ട് വിനിയോഗിച്ച് ആരോഗ്യ രംഗത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഡീനിനെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ ഡീനിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുമുണ്ട്. ഇക്കാര്യം ഉയർത്തി മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനെ പരിഗണിക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. LDF മുന്നോട്ട് വയ്ക്കുന്നത് മുൻ MP കൂടിയായ ജോയിസ് ജോർജിൻ്റെ പേര് തന്നെയാണ്. 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ച ജോയിസ് ജോർജ് ഇടുക്കിക്ക് സുപരിചിതനാണ്. 2019 ഡീൻ കുര്യാക്കോസിനോട് വൻ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും ജോയിസ് അല്ലാതെ മറ്റാരുടെ പേരും LDFിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നില്ല. ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും ഈഴവ ഭൂരിപക്ഷമുള്ളതിനാൽ BDJSനായിരുന്നു കഴിഞ്ഞ തവണ NDAയിൽ സീറ്റ്. ഇത്തവണയും BDJSന് തന്നെയാകും സീറ്റ്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ അവർ രംഗത്തിറക്കുമെന്നാണ് സൂചനകൾ. നാണ്യവിളകളെ മാത്രം ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ് മലയോര കർഷകരിൽ ഏറിയ പങ്കും. അനുദിനം വർദ്ധിക്കുന്ന വന്യമൃഗശല്യവും ഒരിക്കലും തീരാത്ത നിർമ്മാണ നിരോധനമടക്കമുള്ള ഭൂപ്രശ്നങ്ങളും ഇരുതല മൂർച്ചയുള്ള വാളുപോലെ ഇടുക്കിയിലെ ജനതയുടെ തലയ്ക്ക് മുകളിലുണ്ട്. നിർമ്മാണ നിരോധനത്തിന് യഥാർത്ഥ ഉത്തരവാദി ഏത് മുന്നണിയാണെന്ന ചർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ചൂടുപിടിക്കുമെന്നാണ് ഹൈറേഞ്ച് നിവാസികൾ പറയുന്നത്. നിർമ്മാണ നിരോധനം മറികടക്കാൻ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിടാത്തതാണ് പ്രശ്നമെന്ന് ഇടതുപക്ഷം വാദിക്കുമ്പോൾ ബില്ലിലെ പൊള്ളത്തരങ്ങൾ ഉയർത്തിക്കാണിച്ചാകും UDF പ്രതിരോധിക്കുക. ഏതായാലും മലയോര ജനതയുടെ പ്രശ്നങ്ങളിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ കൊടിയുടെ നിറം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, സഭ നോക്കാതെ, സമുദായം നോക്കാതെ നെഞ്ചിലേറ്റുന്നതാണ് ഇടുക്കിയുടെ ഇതുവരെയുള്ള ചരിത്രം.